മത്സരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഫ്രാൻസിന്റെ കളി പോരാ, ഫ്രാൻസ് വളരെ മോശം കളിയാന്നല്ല കളിച്ചത്. ശരിയാണ്, ഫ്രാൻസിന്റെ അവർ തനതായ ശൈലിക്കൊന്നും നല്ല എത്തിയിട്ടില്ല. ഫ്രാൻസിന്റെ കളി ഇതല്ല, ശരിക്ക് ഫ്രാൻസ് ഒന്നുകൂടിയൊക്കെ ഉഷാറാകേണ്ടതായിരുന്നു. അതായത് അതിന്റെ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഇന്നലെ പരോഗ എന്ന് പറഞ്ഞ ടീം കളിച്ചത് ഇപ്പോൾ കണ്ട പോലെ തന്നെ പരുക്കൻ അടവുകളാണ് ഒരു കളിയിൽ മുഴുനീളം പുറത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തുടങ്ങി വെച്ചത് പരാഗയാണ്. ഇതേപോലെ ഉള്ള് ചവിട്ട് കുത്ത് വെട്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലായിരുന്നു പരിപാടികൾ. അത് കണ്ടു നിൽക്കാൻ പിന്നെ ഫ്രാൻസ് എന്തായാലും തയ്യാറില്ല. തിരിച്ച് അതേപോലെ കൊടുക്കൽ തുടങ്ങി. കളി അറിയാം, മറ്റേതും അറിയാമെന്ന് പറഞ്ഞില്ലേ, ആ രണ്ട് പരിപാടിയും ഫ്രാൻസിൻ്റെ അടുത്തുണ്ട് എന്നല്ല അവർ കാണിച്ചു കൊടുത്തു. പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞാൽ അവർ പരാഗത കളിച്ച കളി എന്ന് പറഞ്ഞാൽ അവർ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവർ ഇന്നലെ സമനിലയിലേക്ക് കൊണ്ടുപോവുക, 90 മിനിറ്റും പിന്നെ എക്സ്ട്രാ ടൈം വരെയും ഇതും ഫുള്ള് സമനിലയിൽ കളി അവസാനിപ്പിക്കുന്നില്ല ഒരൊറ്റ തന്ത്രം കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. കാരണം എതിരാളികളുടെ വലിപ്പം മനസ്സിലാക്കിയിട്ടാണ് പരാഗ കളിച്ചിട്ടുള്ളത്. നല്ല തീരുമാനം തന്നെയാണ്. പക്ഷെ അത് കളിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തും. അതിനാണ് പ്രതിരോധ ഫുട്ബോൾ എന്ന് പറയുന്നത്. 11 ആളും പോസ്റ്റിന്റെ മുമ്പിലാണ് നിറഞ്ഞു നിൽക്കുക, ഗോളിയടക്കം. ഒരു കൗണ്ടർ അറ്റാക്കിൽ എപ്പോഴും 1-2 പ്രാവശ്യം രണ്ടാൾ പോയിട്ട് അറ്റാക്ക് ചെയ്ത് വരിക എന്നല്ലാതെ ഒരു ഗോള് അടിക്കാനുള്ള ശ്രമങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു ഗോൾ അടിച്ചതിന് ശേഷം അവർ അറ്റാക്ക് ചെയ്യൽ തുടങ്ങി, ആക്രമിക്കൽ തുടങ്ങി അവർ. അത് കളിൻ്റെ സൗന്ദര്യം അപ്പോൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഇത് ഫ്രാൻസിനെ അടിക്കാനും അയക്കൂല, അവരടിക്കൂല എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇന്നലെ. അതായത് പ്രതിരോധ ഫുട്ബോൾ. ആ പ്രതിരോധ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സമനില നേടിയെടുക്കാൻ കഴിയും. അത് ഫ്രാൻസിന്റെ വലിപ്പം കണ്ട് പേടിച്ചിട്ട് തന്നെയാണ് അവരെ ചെയ്തിട്ടുള്ളത്. കാരണം ഫ്രാൻസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നൽ വന്നത് കൊണ്ട് അവർ പ്രതിരോധ ഫുട്ബോൾ ബാക്ക് ലൈനിൽ ഉറച്ചിക്കുക, അവരടിക്കാൻ അയക്കാതെ സമനിലയിൽ കളി അവസാനിപ്പിക്കുക, പെനാൽറ്റി ഷൂട്ടിൽ എങ്ങനെയും ഭാഗ്യത്തിന്റെ പരിഗണനയോടുകൂടി വിജയിച്ച് മുന്നോട്ട് പോകാന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. പക്ഷെ ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇപ്പോൾ ഓരോരുത്തർ പറയുന്ന കളിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പച്ചത്തെറികളത്രേ, അനാവശ്യങ്ങൾ, പ്രകോപിപ്പിക്കുക കളിക്കാരെ. എങ്ങനെയെങ്കിലും ഒരു റെഡ് കാർഡോ മറ്റേതോ കണ്ടുകാണ്ട്, അതായത് ഫുട്ബോൾ അല്ല എന്നല്ല അവിടെ. ഇപ്പോൾ പണ്ട് സിദാനൊക്കെ ഇറ്റലിക്കാർ ചെയ്ത പോലെ അവരിതിപ്പോൾ ഇതിൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചവിട്ടുക, കുത്തുക. അപ്പോൾ ഡെമ്പല് തോന്നുന്നുണ്ട് ആ പെനാൽറ്റി ഷൂട്ടൗട്ട് അടിക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ കാലിൻ്റെ അടിയിൽ വന്നിട്ട് അതിനിങ്ങനെ ചവിട്ടുക, വെറുതെ വന്നിട്ട് ഇങ്ങനെ ചവിട്ടുക. അപ്പോൾ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കളിയിൽ ഉടനീളം പരാഗൻ്റെ പരിപാടി ഇതായിരുന്നു. ഫൗളുകൾ, പിന്നെ അനാവശ്യമായിട്ട് വായ കൊണ്ട് തെറി പറയുക, ശരീരം കൊണ്ട് ഇടിക്കുക, അതാക്കുക, അങ്ങനത്തെ പല കളിയിലുണ്ടാവും. ഇല്ലാന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഇതാണ്. ഇപ്പം എന്തായാലും ഡംബലിനെ പോലത്തെ ഒരാളെയൊക്കെ എന്നാലും അവിടെ വലിക്കാൻ കാരണം തന്നെ കളി പരിക്കനടവുക്ക് പോയപ്പോഴാണ്. അതായത് അടുത്ത കളിക്കൊക്കെ അവർ നഷ്ടപ്പെടുന്നില്ല തോന്നൽ കൊണ്ടാണ്. എംബാപ്പയ്ക്ക് അവൻ്റെ കരുത്തുകൊണ്ടാണ് അവൻ പിടിച്ചിരുന്നില്ല. അമ്മാര് ഫൗളുകളായിരുന്നു. അവൻ ആ ഇട്ടുക കുത്തുക ഇതൊക്കെ തന്നെ അവൻ്റെ കരുത്ത് കൊണ്ടുകൊണ്ടാണ് അവൻ പിടിച്ചിട്ടുണ്ട്. തിരിച്ചു അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കിട്ടിയപ്പോൾ. അപ്പോൾ ഇതൊക്കെ കളിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തും, വാശികൾ കൂടും, കളീൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. അപ്പം മൊറോക്കോ കാനഡയൊക്കെ നല്ല കളിച്ചാണ് അറ്റാക്കിങ്, അതായത് ആക്രമണ ഫുട്ബോളാണ്. അതായത് കയറ് ഇറങ്ങുക, ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ആ സൗന്ദര്യം അതാണ്. മറ്റൊരു ടീം അവിടെ നിന്ന് ഉറച്ച് ആ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ അവർ ചെയ്യുന്നത്? പറ്റുള്ളൂ ആ അവരുടെ പ്രതിരോധ കോട്ടം തന്നെ പൊളിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനത്തെ ചില കുറവുകളൊക്കെ നല്ല ഫ്രാൻസിന് പറ്റിയിട്ടുണ്ടെങ്കിലും പരോഗത പോലത്തെ ഫുട്ബോളുകൾ ഒന്നും ഫുട്ബോളിന് ചേർന്ന പരിപാടിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാണ് അറിയാൻ. എന്തായാലും നല്ല ഫ്രാൻസ് ജയിച്ച് എന്നിങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഫുട്ബോളിനെ കൊണ്ട് നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ അടുക്ക് ഇപ്പം ഇന്നത്തെ നിലവിൽ ആരും എത്തൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങനത്തെ കളികളും ഇതൊക്കെ കളിച്ച് പരുക്കൻ അടവുകളും നല്ല കായികപരമായിട്ടൊക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവൽ ഇതിലേക്കാണ് കളി പോവുക. അതിൻ്റെ റിസൾട്ടും വേറെ ആയിരിക്കും. അപ്പോൾ കളി നല്ല നിലയിൽ നടക്കട്ടെ.